ഹായ് ഫ്രണ്ട്സ്, ഡേ ടു ഡേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വൺ പ്ലസിൻ്റെ ഒരു 5G പ്രൊഡക്റ്റാണ്, വൺ പ്ലസ് നോഡ് CE 5G. അപ്പോൾ നമുക്കറിയാം വൺ പ്ലസിൻ്റെ എല്ലാ ഫോണുകളും തന്നെ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളായിരുന്നു, ബജറ്റ് ഫ്രണ്ടിലല്ലായിരുന്നു, പ്രൈസ് കൂടുതലായിരുന്നു നമുക്കറിയാം. അതിൻ്റെ ക്വാളിറ്റി ആ ഫോണിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അപവാദം നിൽക്കുന്ന സമയത്താണ് വൺ പ്ലസ് നോട്ട് സീരീസ് ഇറക്കുന്നത്, അതായത് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ ഇറക്കുന്നത്. അപ്പോൾ ആ നോട്ട് സീരീസിൽ തന്നെ ഇപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി, ഇപ്പോൾ നമുക്ക് എല്ലാം അറിയാം, നമുക്ക് റെഡ്മി ആയാലും ശരി, ഒപ്പോ ആയാലും ശരി, വിവോ ആയാലും ശരി, ബജറ്റ് ഫ്രണ്ട്ലി 5G മോഡൽ ഓൾറെഡി അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആ കോമ്പറ്റീഷൻ അല്ല, ആ ഫീൽഡിലേക്ക്, ആ ഒരു കോമ്പറ്റീഷൻ രംഗത്തേക്കാണ് ഇപ്പോൾ നോഡും കടന്നു വന്നിരിക്കുന്നത്, വൺ പ്ലസിൻ്റെ നോഡും കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്കാണ് ഇപ്പോൾ വൺ പ്ലസിൻ്റെ നോഡ് CE 5G വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 6GB 128GB എന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ തന്നെ 8GB 128GB വേരിയൻറ്റും 12GB 256GB വേരിയൻറ്റും നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ 6GB 128GB വേരിയൻറ്റിന് വരുന്ന പ്രൈസ് ഏകദേശം 22,999 രൂപയാണ്. ഏകദേശം 23,000 അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റ് 8GB വേരിയൻറ്റ് വരുന്നത് 25,000 റുപ്പീസാണ്. അതേപോലെ 256GB വേരിയൻറ്റ് വരുന്നത് അറൗണ്ട് 28,000 റുപ്പീസിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് 6GB 128GB വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് അവകാശപ്പെടുന്ന പോലെ ഇതിൻ്റെ 5G എങ്ങനെ ചെക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ സാധിക്കത്തില്ല, കാരണം 5G ഇവിടെ ഇല്ല. അപ്പോൾ ഏതൊക്കെ ബാൻഡാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്, അതേപോലെ ഇതിൻ്റെ ഓവറാൾ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, പ്രോസസ്സർ എങ്ങനെയുണ്ട്, ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, അതേപോലെ ഇതിൻ്റെ വീഡിയോ ഫോട്ടോ ക്വാളിറ്റി എല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സിങ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചറായിട്ട് പരിശോധിക്കാം. അപ്പോൾ വേറൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ, ഇതേപോലെ ടെക്നോളജിപരമായ വീഡിയോകളും മറ്റും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ അതിമനോഹരമായ ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ആ ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നോഡെന്ന് അതിമനോഹരമായി എഴുതിയിട്ടുണ്ട്. വൺ പ്ലസിൻ്റെ ബാഡ്ജും നമുക്ക് കാണാം. അതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വൺ പ്ലസ് നോഡ് CE 5Gൻ്റെ എക്സാക്റ്റ് വേരിയൻറ്റ് ഈ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബാക്ക് വശത്ത് ആസ് യൂഷ്വൽ ഇതിൻ്റെ പ്രോസസ്സർ ടൈപ്പ് കോളം സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ്. അതിൻ്റെ പ്രൈസ്, അതിനകത്തുള്ള ആക്സസറി ലിസ്റ്റ്, പിന്നെ നമ്മുടെ ഫോണിൻ്റെ കളർ, നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്ന വേരിയൻറ്റ് ചാർക്കോൾ ഇങ്ക് എന്ന കളറാണ്. അതേപോലെ വൺ പ്ലസ് നോഡിൻ്റെ ലോഗോയും മറ്റും ബാക്ക് സൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് പതുക്കെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് കളർ ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന നമ്മുടെ പ്രൊഡക്റ്റാണ്, നമ്മുടെ ഫോണാണ്. നമുക്കത് അവസാനം അൺബോക്സ് ചെയ്യാം. നമുക്കത് ഇവിടെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഫോണിൻ്റെ കേസ് മാറ്റുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബോക്സ് കാണാം. ഓക്കെ, ഈ ബോക്സിലാണ് നമ്മുടെ ഫോണിൻ്റെ കേസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള, പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു കേസ് തന്നെയാണ്. നല്ല വൈറ്റ് കളർ കേസാണ്, നല്ല ക്വാളിറ്റിയും. നമുക്കത് പിടിക്കാൻ നേരത്ത് തന്നെ അതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു ബോക്സാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബുക്ക്ലെറ്റും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. യൂസർ മാനുവൽ, സിം ഇജക്ഷൻ പിന്ന്, നോഡിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ച ഒരു വെൽക്കം നോട്ട് കാണാം. അതിനുശേഷം റെഡ് കേബിൾ ക്ലബിലേക്കുള്ള മെമ്പർഷിപ്പ്. റെഡ് കേബിൾ ക്ലബ് എന്ന് പറയുമ്പോൾ വൺ പ്ലസിൻ്റെ ഒരു മെമ്പർഷിപ്പാണ്. വൺ പ്ലസിൻ്റെ ചാർജിങ് കേബിളെല്ലാം റെഡ് കളറാണല്ലോ, അതാണ് റെഡ് കേബിൾ ക്ലബ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ നമുക്ക് ഈ മെമ്പർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ നേരത്ത്, നമ്മൾ ലോഗിൻ ചെയ്യാൻ നേരത്ത്, നമ്മൾ ഫ്യൂച്ചറിൽ വൺ പ്ലസ് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ലഭിക്കും. അതേപോലെ നമുക്ക് റെഡ് ക്ലബ് മെമ്പേഴ്സിന് എക്സ്ട്രാ ഓഫറും കാര്യങ്ങളെല്ലാം വൺ പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയാണ് റെഡ് കേബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് കാർഡ്. അതേപോലെ തന്നെ നോഡിൻ്റെ സ്റ്റിക്കർ കാണാം. നമുക്കിത് എവിടെയെങ്കിലും വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ യൂസർ ഗൈഡ്, അതിൻ്റെ സാർവാല് രേഖപ്പെടുത്തിയ പേപ്പർ, വാറണ്ടി ഡീറ്റെയിൽ, ഇതെല്ലാം മെൻഷൻ ചെയ്യുന്ന ബോക്സും നമുക്ക് കാണാം. ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വൺ പ്ലസിൻ്റെ. നല്ല ക്വാളിറ്റിയുള്ള റാപ്പ് ചാർജ് എന്നാണ് ഇതിന് പറയുന്നത്. വളരെ ക്വിക്കായിട്ട് ചാർജ് ആകും. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും പിന്നെ വൺ പ്ലസിൻ്റെ ടൈപ്പ് C ചാർജിങ് കേബിളും നമുക്ക് കാണാം.
കേബിളെല്ലാം വളരെ നല്ല ക്വാളിറ്റി, നമുക്കത് പിടിക്കാൻ നേരത്തെ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ഓക്കെ, സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ നേരത്ത് ബാക്ക് സൈഡിൽ ഗ്ലാസ് ഫിനിഷോട് കൂടിയ അതിമനോഹരമായൊരു പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ OnePlusൻ്റെ ലോഗോ കാണാം, അതേപോലെ നമ്മുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം, നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് കാണാം. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ്. ഗ്ലാസ് ഫിനിഷോടുകൂടെ കൊടുത്തിരിക്കുന്നത്. അത് പ്രീമിയം ലുക്കിന് ഒട്ടും കുറവില്ല, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ OnePlus നോഡ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഗ്ലാസ് മാറ്റി പ്ലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് പവർ ഓൺ ചെയ്യാം. OnePlusൻ്റെ തന്നെ ഒരു ആനിമേഷനൊക്കെ നമുക്ക് ഓണായി വരുമ്പോൾ കാണാം. ഇത് Android 11 സൂചിപ്പിക്കുന്ന ആനിമേഷനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മനോഹരമായ ഡിസ്പ്ലേ ആണ്. OnePlus അവകാശപ്പെടുന്ന പോലെ ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആണ്, ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. അതായത് ഒഴുകി നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത് ഡിസ്പ്ലേ. അതേപോലെ 90 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റും ഈ ഡിസ്പ്ലേക്ക് OnePlus കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതായത് ഡിസ്പ്ലേയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ലാഗുമില്ല, വളരെ ഫ്ലൂയിഡിക്കായിട്ട് OnePlus അവകാശപ്പെടുന്ന പോലെ തന്നെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. നമുക്കിനി എൻ്റെ സൈഡ് ബൈ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാം. അതേപോലെ നമ്മുടെ സിം ട്രേ കാണാം. മുകൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണാം. അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു പവർ ബട്ടൺ നമുക്ക് കാണാം. എൻഡ് സൈഡ്, അതായത് ലോവർ എൻഡ് നമുക്ക് കാണുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ ടൈപ്പ് സി USB കേബിളും നമ്മുടെ സ്പീക്കറിൻ്റെ സ്ലോട്ടും കാണാം. പിന്നെ OnePlus ഫോണുകളിൽ കാണാത്ത 3.5mm ജാക്ക് ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൈക്രോഫോണും നമുക്ക് താഴെയായിട്ട് കാണാം. ഇതിൻ്റെ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ കൊണ്ടല്ല, പക്ഷേ നമുക്കൊരു മെറ്റാലിക് ഫീലാണ് നമുക്ക് ഈ ബോഡി തരുന്നത്. ഇതും നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് അതിൻ്റെ ഒരു പ്രീമിയം ലുക്കിലൊട്ടും കുറവ് ആ പ്ലാസ്റ്റിക് നമുക്ക് വരുത്തുന്നില്ല. നമുക്ക് ഫോൺ പിടിക്കാൻ നേരത്ത് വളരെ ഒരു പ്രീമിയം ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫോൺ വളരെ എന്താ പറയുക, യൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് പിടിക്കാൻ നേരത്ത് ഒട്ടും തന്നെ വെയിറ്റില്ല. ഒരു സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈൻ എന്ന് പറയാം. ഏകദേശം 170 ഗ്രാമോളം ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അമേസിങ് എന്ന് തന്നെ പറയാം. അതിമനോഹരമായ ഡിസ്പ്ലേ ആണ്. നമുക്ക് ആ ഒരു 4K വീഡിയോസ് ആയാലും ഈവൻ 8K വീഡിയോസ് ആയാലും അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു AMOLED പെർഫോമൻസ്, ഫ്ലൂയിഡിക് AMOLED പെർഫോമൻസ് നമുക്കിവിടെ കാണാം. അതിമനോഹരമായ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഫോൺ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഈവൻ ചാർജ് ചെയ്യുന്ന സമയത്തായാലും അതേപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്തായാലും ഹീറ്റിംഗ് ഇഷ്യൂ, അതേപോലെ നമ്മൾ ഗെയിം പെർഫോം ചെയ്യുന്ന സമയത്താലും ഹീറ്റിംഗ് ഇഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല. ഒട്ടും തന്നെ നമുക്ക് ലാഗില്ല. 750G എന്ന പ്രോസസ്സറിൻ്റെയും 6GB റാമിൻ്റെയും ഒരു കോമ്പിനേഷൻ ഈ ഫോണിന് മികച്ചൊരു സ്പീഡ് നൽകുന്നുണ്ട്. നമുക്കിനി ഫോണിൻ്റെ കോൺഫിഗറേഷൻ, അതായത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിട്ട് നമുക്ക് ഫോണിൻ്റെ ഹാർഡ്വെയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനെ നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. നമ്മൾ അബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ സ്നാപ്ഡ്രാഗൻ്റെ 750G 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സർ, ഡീസൻറ്റ് പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ 750G എന്ന് പറയുന്നത്. നമ്മളുള്ള വേരിയൻറ്റ് 6GB 120GB എന്ന വേരിയൻ്റാണ്. നമ്മുടെ ക്യാമറ ബാക്കിൽ 64MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 16MB ഫ്രണ്ട് ക്യാമറയും കാണാം. പിന്നെ നമുക്ക് കാണാം ഇവിടെ 90 ഹെർട്സ് ഫ്ലൂയിഡ് AMOLED 6.43 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതായത് 90 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, അതായത് ഒട്ടും മോശമല്ലാത്ത റിഫ്രഷിംഗ് റേറ്റാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെങ്കിൽ Android 11 ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ കിട്ടുന്നുണ്ട്. Android 11 ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കാണാം നമുക്ക് ആൻഡ്രോയിഡിൻ്റെ 11 വേർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എത്ര റെസ്പോൺസീവ് ആണെന്ന് നോക്കാം. വളരെ ക്വിക്കായിട്ട് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്. ഒട്ടും തന്നെ ഡിലേ നമുക്ക് ഫിംഗർ പ്രിൻറ്റിൽ ഫീൽ ചെയ്യുന്നില്ല. വളരെ ക്വിക്കായിട്ട് തന്നെ അൺലോക്ക് ആകുന്നുണ്ട്.
നമുക്കിനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് പരിശോധിക്കാം. സൗണ്ട് ക്വാളിറ്റി നല്ല ലൗഡാണ്, ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. സൗണ്ട് ക്വാളിറ്റിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കറല്ല, മോണോ സ്പീക്കറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഒട്ടും തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. മോണോ സ്പീക്കർ ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. മോണോ സ്പീക്കർ ആണെങ്കിൽ കൂടിയും വളരെ ലൗഡും ക്ലിയറുമായ സൗണ്ടാണ് ഇതിൻ്റെ സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 3.5 mm ജാക്ക് കൊടുത്തുകൊണ്ടായിരിക്കാം ഇവിടെ മോണോ സ്പീക്കർ ആക്കിയിരിക്കുന്നത്. കാരണം നമുക്ക് സ്റ്റീരിയോ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് കുത്തി സ്റ്റീരിയോ സൗണ്ട് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഈ മോണോ സ്പീക്കർ സിസ്റ്റം ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് യാതൊരുവിധ പോരായ്മ എനിക്ക് തോന്നിയിട്ടില്ല. വളരെ ലൗഡ് ആൻഡ് ക്ലിയർ സൗണ്ടാണ്. പക്ഷേ ഇത് സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അത് ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഒരു 60% മോർ ദാൻ 60% ചാർജ് ആകും. അതേപോലെ തന്നെ ഒരു നോർമൽ യൂസർക്ക് അറൗണ്ട് 2 days നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഹെവി യൂസർക്കാണെങ്കിൽ 1 day എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നു. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഒട്ടും തന്നെ മോശമല്ല, അത്യാവശ്യം നല്ല ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് നമുക്ക് OnePlus Noteൽ കൊടുത്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയും ഉണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇൻഡോറിലൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ക്യാമറയാണെങ്കിലും വളരെ റെസ്പോൺസീവായ ക്യാമറയാണ്. ഡിലേ ഒന്നും തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പിക്ചറിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി അത്യാവശ്യം തെറ്റില്ലാത്തൊരു ക്വാളിറ്റി തന്നെ നമുക്ക് OnePlus കൊടുത്തിട്ടുണ്ട് ക്യാമറയിൽ. നമുക്കിനി ഇൻഡോർ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കളറെല്ലാം കുറച്ചും കൂടി അല്പം വിവിഡായിട്ട് കാണുന്നുണ്ട്. നോർമൽ കളറിൽ നിന്ന് മാറി കുറച്ചും കൂടി വിവിഡായിട്ട് കാണുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. വീഡിയോ പ്രോസസ്സായി കഴിയുമ്പോൾ നമ്മൾ ആ മുൻപേ കണ്ട അത്ര വിവിഡായിട്ടുള്ള കളർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ കൂടിയും അല്പം കളർ വിവിഡായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ ഔട്ട്ഡോർ ഇമേജ് ക്വാളിറ്റി. തെറ്റില്ലാത്ത ക്വാളിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിൽ ഇതിലും നല്ല ക്വാളിറ്റി ക്യാമറ വരുന്ന ഡിവൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. എങ്കിലും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി തെറ്റില്ല, തീരെ മോശമെന്ന് പറയാനില്ല. എങ്കിലും ആവറേജ് ക്യാമറ ക്വാളിറ്റിയാണെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഔട്ട്ഡോറിലുള്ള വീഡിയോയുടെ ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആണ്. ഓരോ ഇമേജും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. സൂം ചെയ്യുമ്പോഴും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ സൂമിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓവറായിട്ട് സൂം ചെയ്യുമ്പോൾ നമുക്ക് പിക്ചറും ചെറുതായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട് ക്ലാരിറ്റി. എങ്കിലും തെറ്റില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സെൽഫി വീഡിയോ. സെൽഫി വീഡിയോയിൽ കളർ കുറച്ച് വിവിഡായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല, അല്പം വിവിഡാണ്. എന്തായാലും OnePlusൻ്റെ മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ക്യാമറ കമ്പാർട്ട്മെൻറ്റ് മറ്റ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം മോശമെന്നല്ല, അല്പം അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഒരല്പം കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇത് ഒരു ബജറ്റഡ് ഫോണാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അത് ബജറ്റഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാമറയുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തു എന്നൊരു തോന്നുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു ഇഷ്യൂസ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയുമാണ് നമ്മുടെ OnePlus Note CE 5Gയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ OnePlusൻ്റെ ഒരു 5G ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഓപ്ഷനിലേക്ക് പോകാം. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ 1-2 ഡ്രോബാക്സുകൾ എനിക്ക് തോന്നിയത് ക്യാമറ കമ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ക്യാമറ പക്കയാണെങ്കിൽ കൂടിയും അത് പ്രോസസ് ചെയ്യാൻ നേരത്ത് ഇമേജിൽ ചില കളർ കോമ്പിനേഷൻ എല്ലാം ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം OnePlus ഭാവിയിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാം. അതേപോലെ തന്നെ 5Gയുടെ കേസ് പറയുകയാണെങ്കിൽ നിലവിൽ 5G ഇന്ത്യയിൽ ഒരു ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൽ കുറഞ്ഞ മറ്റ് ഫോണുകൾ 5Gയുടെ മൾട്ടിപ്പിൾ ബാൻഡ് ഇന്ത്യയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി OnePlusൻ്റെ ഈ വകഭേദം ഇപ്പോൾ കൊടുക്കുന്ന ഒരു ബാൻഡിന് മാത്രമാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഫ്യൂച്ചറിലും അതൊരു അപ്ഡേറ്റിലൂടെ OnePlus പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാം. പിന്നെ പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഡിസ്പ്ലേയുടെയും മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ മികച്ച പെർഫോമൻസ് ഉള്ളൊരു ഫോൺ തന്നെയെന്ന് പറയാം. അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെയും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെയും കാര്യത്തിൽ വളരെ മികച്ച പെർഫോമൻസാണ് ഫോൺ കാഴ്ചവെക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ ടെക്നോളജിപരമായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.